ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫസ്മിന് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് തന്നിരിക്കുകയാണ് നമ്മളെ വാഹനടപ്പിക്കാൻ വേണ്ടിയിട്ട്. ഇനി ഫസ്മിനെതിരെ വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ അവള് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് തരും. ഓൾറെഡി ഇപ്പൊ ഒരെണ്ണം കിട്ടി. 2 പ്രൈവസി വയലേഷൻ മെയിൽ എനിക്ക് വന്നു. മൊത്തത്തിൽ എന്റെ വായടപ്പിക്കാനുള്ള പരിപാടിയാണ് ചേച്ചി ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തിനാണ് നീ എന്നെ ഇങ്ങനെ പേടിക്കുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. വേറെ ആരെയും നീ പേടിക്കുന്നില്ല. എന്തുകൊണ്ട് നീ എന്നെ ഇങ്ങനെ പേടിക്കുന്നു ഫസ്മിനെ? എനിക്ക് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് തരുന്നു. കഴിഞ്ഞ വീഡിയോയില് ലവൻ നിന്റെ ചാനലിൽ എന്തോ നിന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ ബോട്ട് കയറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് നീ ഭയങ്കര ചീപ്പ് ഷോ ആണ് എന്നൊക്കെ പറഞ്ഞ് അവനെ തെറി വിളിച്ച നീ എനിക്ക് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് തരുന്നു. അതെനിക്ക് മനസ്സിലായി. കാര്യം എന്താണെന്ന് എനിക്ക് മനസ്സിലായി. എനിക്ക് തോന്നുന്നു ഒരു 2 വർഷം കൂട്ടിക്കും. മെയ് ഒക്കെ ആകുമ്പോ 2 വർഷവും. ആ ഒരു 2 വർഷത്തിന് മുമ്പ് അനന്തുചേട്ടന്റെ ചാനലിൽ വന്ന സ്ട്രൈക്ക് എന്ന് പറഞ്ഞാൽ അത് 1.5 സ്ട്രൈക്കാണ്. ഇവിടെ ഫസ്മിനല്ലേ കൊടുത്തത്. അവിടെ നല്ല ഇന്റർനാഷണൽ ടീമാണ് അവിടുത്തെ. അക്കൗണ്ട് പോകാൻ ഏകദേശം മണിക്കൂറുകൾ മാത്രമുള്ള സമയത്താണ് ആ അക്കൗണ്ട് എന്താ പറയുക, നമ്മൾ ചില സിനിമയിലൊക്കെ ചില ടിസ്റ്റൊക്കെ കാണത്തില്ലേ, ചില കാമിയോ റോൾസ് ഒക്കെ വരുന്ന പോലെ അങ്ങനെ ഒരാൾ വന്നു. ആ അക്കൗണ്ട് നിമിഷം കൊണ്ട് തിരിച്ചു വന്നു. അതും ഹോട്ട്സ്റ്റാർ അടിച്ച സ്ട്രൈക്ക് എന്താ പറയാ, അതിനെക്കുറിച്ച് ഞങ്ങൾ ഇവിടെ കൂടുതലും വിവരിക്കുന്നില്ല. സിമ്പിളായിട്ട് ഊരിയതാണ്. അതിന്റെ ഇടയ്ക്കാണ് അവള് 100 അല്ല 1000 അല്ല 10,000 സ്ട്രൈക്ക് അടിച്ചു. ആ ചാനൽ അവിടെ പോവില്ല. അതങ്ങനെ ദാനി സത്യ അത് ഹോട്ട്സ്റ്റാർ തന്ന സ്ട്രൈക്കാണ്. ഹോട്ട്സ്റ്റാർ തന്ന സ്ട്രൈക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. ഇത് ഫസ്മിന ഷാക്കിർ തന്ന സ്ട്രൈക്കാണ്. അത് പൊട്ടിക്കാൻ കുറച്ച് കഷ്ടപ്പാടാണ്. അത് ദാനി സത്യൻ ഒന്ന് ലൈഫ് ഓഫ് അനന്തിനോട് പറഞ്ഞേക്ക്. ഈ എന്തുകൊണ്ട് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് തരുന്നു എന്ന് പൊന്നുമോളെ, ഇതിനേക്കാളും വലിയ ഭീഷണി വന്നിട്ട് നമ്മള് അടങ്ങിയില്ല. അപ്പൊ നീ ഈ പപ്പാപ്പറ്റി കാട്ടി എന്നെ പീഡിപ്പിക്കാൻ ശ്രമിക്കല്ലേ? നിനക്കെതിരെ ഞാൻ വീഡിയോ ചെയ്യുന്നത് നിർത്തണമെങ്കിൽ നീ എന്നെ കൊല്ലണം. അല്ലാതെ കോപ്പിറൈറ്റ് സ്ട്രൈക്ക് തന്നൊന്നും ഒരു കാര്യമില്ല. നീ എന്നെ ഇല്ലാതാക്കണം. എന്നാലേ നിനക്കെതിരെ ഞാൻ സംസാരിക്കാതിരിക്കത്തുള്ളൂ. നിന്റെ ഭാഗത്ത് ശരിയുള്ള സമയത്ത് നിന്റെ കൂടെ സംസാരിച്ചിട്ടുണ്ട്. നീ ഉടായിപ്പാണെന്ന് മനസ്സിലാക്കിയ ആ മൊമെന്റിലും നിനക്കെതിരെ കുറെ ചോദ്യങ്ങളും ചോദിച്ചിട്ടുണ്ട്. ആ ചോദ്യത്തിനൊന്നും ഇതൊരു ഉത്തരവും കിട്ടിയിട്ടില്ല. നീ വന്നിരുന്നിട്ട് കാണാകൂടാതെ പണയുന്നല്ലാതെ നിനക്ക് പ്രോപ്പർ റിപ്ലൈ ഇല്ല. നീ സത്യങ്ങൾ പറയുന്നില്ല. നീ സത്യങ്ങൾ എന്ന് വരെ പറയുന്നു. നിന്റെ അണ്ണാക്കിന്ന് അത് വരുന്നോ അതുവരെ ഞാൻ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇനി നീ എത്ര കോപ്പിറൈറ്റ് സ്ട്രൈക്ക് തന്നാലും എടി നിനക്ക് മനസ്സിലായി നിന്റെ ഉടായ്പകൾ ഓരോന്നായിട്ട് പുറത്തു വരും. നിനക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെയാണ് പുള്ളിക്കാരി ഈ പരിപാടി ഒക്കെ കാണിക്കുക വെച്ചത്. സ്ട്രൈക്ക് അടിച്ചതിന്റെ പുള്ളി അവർക്ക് മെൻഷൻ ചെയ്ത് ഇൻസ്റ്റ ഇട്ടിട്ടുണ്ടായിരുന്നു. വെറുതെ നിന്റെ സമയം കളയും, ഇതെല്ലാം ഒരു കാര്യം, ഇതിനൊന്നും ഒരു കാര്യമില്ല, ഇനി ഒരു 100 എണ്ണം കൂടി അയച്ചോളൂ എന്നും പറഞ്ഞുള്ള രീതിയിലാണ് പുള്ളി ഇട്ടിരിക്കുന്നത്. ഓക്കെ, അതിനെന്തോ അവളെന്തോ റിപ്ലൈ ഒക്കെ കൊടുത്തിട്ടൊക്കെ ഗെറ്റ് ലോസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് അവളെ കൊണ്ട് അതല്ലേ പറ്റത്തുള്ളൂ. ദാനി സത്യ ലൈഫ് ഓഫ് അനന്തു മറ്റുള്ളവരെ വീഡിയോ എടുത്തിട്ട് കുറയ്ക്കുന്നുണ്ട്. അത് യൂട്യൂബ് പെർമിഷൻ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ഫസ്മിന ഷാക്കിറിന്റെ വീഡിയോ ആരെടുത്താലും ഫസ്മിന ഷാക്കിറിന് സ്ട്രൈക്ക് കൊടുക്കാം. അതും യൂട്യൂബ് സമ്മതിച്ച കാര്യമാണ്, യൂട്യൂബ് പെർമിഷൻ കൊടുത്ത കാര്യമാണ്. അതിന് ലൈഫ് ഓഫ് അനന്തു കരഞ്ഞിട്ട് കാര്യമില്ല. അതൊന്ന് ദാനി സത്യൻ ലൈഫ് ഓഫ് അനന്തിനോട് പറഞ്ഞു കൊടുക്ക്. അപ്പം ദാനി സത്യനോട് പറയാനുള്ളത്, ഞാൻ ഇവിടെ തന്നെ ഉണ്ട്, നിങ്ങളെ പരിപാടിയൊക്കെ നടക്കട്ടെ, ചെതറട്ടെ.